ഏറ്റവും അവസാന ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷകളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ ഏറ്റവും അധികം തയ്യാറെടുക്കുന്നതും ഏറ്റവും അധികം റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതും ഇനി വരുന്ന 4 മാസങ്ങളിലൂടെ തന്നെയാണ്. ഈ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ മോഡൽ എക്സാമിന്റെ ഫേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് തികച്ചും ഒബ്ജക്റ്റീവിലേക്ക് മാറേണ്ട, അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള സമയം തന്നെയാണ് ഈ ഒരു മോഡൽ എക്സാമിന്റെ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം നമുക്കറിയാം ഓരോ ക്വസ്റ്റിനും ഈക്വൽ മാർക്ക് തന്നെയാണ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. പക്ഷേ ചിലർക്ക് ചില സബ്ജക്റ്റുകളോട് കൂടുതൽ ഇഷ്ടമാണ്. ടീച്ചർ മുമ്പ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഇവിടെയൊക്കെ ഈ 150 ചോദ്യങ്ങളും ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് 2026 ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ അത് വളരെ മോഡറേറ്റ് ലെവലായിരിക്കും അല്ലെങ്കിൽ അതൊന്നും പറയാനാവില്ല. അപ്പം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഞങ്ങൾ ഈ തരുന്ന ഏതാണ്ട് 50-ൽ പരം മോഡലുകൾ ഞങ്ങൾ തരുന്നത്. ഇതിലൊക്കെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്മാർട്ട് വർക്ക് എടുക്കാനായിട്ടാണ്. ഹായ്, നീറ്റ് 2026 മെയ് ആദ്യ ആഴ്ചയിൽ നടക്കുന്നു. നമ്മുടെ കേരള മെഡിക്കലിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നീറ്റിൻ്റെ സിലബസ്, നീറ്റിൻ്റെ മറ്റ് ആധാരമായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ സമയം അതിൻ്റെ എല്ലാ വേഗതയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ടാർഗറ്റ് എത്രത്തോളം നമ്മൾ അതിലോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുകയും അതിലോട്ട് ഇനിയുള്ള നമ്മളുടെ ഒരുക്കങ്ങൾക്ക് ഏറ്റവും അവസാന ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷകളാണ്. അതായത് ഒരു 2-3 ഘട്ടങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ബുള്ളറ്റിൻ്റെ ഏറ്റവും ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ ഏറ്റവും അധികം തയ്യാറെടുക്കുന്നതും ഏറ്റവും അധികം റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതും ഇനി വരുന്ന 4 മാസങ്ങളിലൂടെ തന്നെയാണ്. 720 ആണെങ്കിലും 600 ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അധികം MBBS സ്റ്റുഡൻസിനെ സൃഷ്ടിച്ച 525 മാർക്ക് എന്ന് പറയുന്ന ആ റേഞ്ചൊക്കെ വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് മോഡൽ എക്സാമുകളിലൂടെയാണ്. അപ്പം എത്രത്തോളം പ്രാധാന്യമാണ് നമ്മളുടെ ഈ സീരീസ് ഓഫ് മോഡൽ എക്സാംസ്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ പല കുട്ടികളും സാറ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനും തുടങ്ങുന്നത്. നമുക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള മെഡിക്കൽ കോളേജുകളിലുള്ള കുട്ടികളൊക്കെ തന്നെ പലപ്പോഴായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞൊരു കാര്യം, അവർ പരീക്ഷ എഴുതിയ സമയത്ത് ബ്രില്യൻറ്റിൻ്റെ മറ്റൊരു മോഡൽ എക്സാം എഴുതുന്ന ഫീലോട് കൂടിയാണ് എഴുതിയത്. അത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആയാലും ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതി ആയാലും അവരിരിക്കുന്ന ആംബിയൻസ് ആയാലും എല്ലാം കൊണ്ട് തന്നെ അവർ മറ്റൊരു മോഡൽ എക്സാം പോലെയാണ് വളരെ കൂളായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോയി എഴുതിയിട്ട് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോഴുള്ള അഭിമാനം അത് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു സെക്കൻഡ് ഫേസിന്, അതായത് ഫസ്റ്റ് ഫേസ് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും തിയറി പഠിക്കാനും ഒക്കെയുള്ള സമയമായിരുന്നു ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫേസ് തുടങ്ങുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടെ ക്രൂഷ്യലായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഫേസിൽ പഠനം മാത്രമാണ് നമ്മുടെ ഒരു പഠനത്തിൽ മാത്രം, അതായത് നിങ്ങൾ തിയറി പഠിക്കുക കോൺസെപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ മോഡൽ എക്സാമിലേക്ക് വരുമ്പോൾ പഠനം നന്നായിട്ട് തന്നെ പഠിക്കണം, നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ മനസാന്നിധ്യം, നമ്മുടെ മനോനില, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ടൈം മാനേജ്മെന്റ്, ഓരോ ക്വസ്റ്റ്യൻ്റെയും അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ മോഡൽ എക്സാമിന്റെ ഫേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ഫേസിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങളത് കേൾക്കുന്നു, പഠിക്കുന്നു. പക്ഷെ സെക്കൻഡ് ഫേസിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടേതായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടേതായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഫേസിലൂടെയാണ് സെക്കൻഡ് ഫേസ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത്. ഈ വർഷവും അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ നമ്മുടെ 26-ാം തീയതി തൊട്ട് നമ്മളത് തുടങ്ങുകയാണ്. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും അത് തന്നെ ആയിരിക്കണം. കാരണം ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള സ്ഥലത്ത് ഞങ്ങളുടെ റോള് ലിമിറ്റഡ് ആണ്. തിയറി പോർഷൻ പറഞ്ഞു തരുന്നിടത്ത് അധ്യാപകരുടെ റോള് കുറച്ചുകൂടെ കൂടുതലാണ്. അവിടെ നിങ്ങളത് കേൾക്കും, നിങ്ങളത് എഴുതിയെടുക്കുന്നു, നിങ്ങളത് പഠിച്ചിട്ടുമുണ്ട്. അവിടെയും നിങ്ങൾക്ക് റോളില്ല എന്നല്ല, റോളുണ്ട്. പക്ഷെ ഇനിയുള്ള സമയത്ത് നിങ്ങൾ മാത്രമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പോകുന്നത്, നിങ്ങൾ മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിന് എടുക്കുന്ന സമയം അറിയാം, കെമിസ്ട്രിക്ക് എടുക്കുന്ന സമയം അറിയാം, ബയോളജിക്ക് എടുക്കുന്ന സമയം അറിയാം, നിങ്ങൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ വിലയിരുത്തുന്നതെന്നും എത്ര വേഗത്തിലാണ് നിങ്ങളൊരു ഫോർമുലയിലേക്ക് അല്ലെങ്കിൽ ഒരു തിയറിയിലേക്ക് വരുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ തന്നെയാണ് നമ്മളിതേ കടന്നു പോകാൻ പോകുന്നത്. നമുക്കൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു ചാപ്റ്റർ എത്രയോ പ്രാവശ്യമാണ് ഇനിയും റിവിഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ബാക്ക്ലോഗ് ഉണ്ട്, അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷനുള്ള ഒരു ആ രീതിയിലുള്ള ലോജിക്കായിട്ടുള്ള ടോപ്പിക്കൊക്കെ ഒരു അല്പം ടഫായിട്ടുള്ളവരുണ്ടാകാം. ഏത് രീതിയിലാണെങ്കിലും ഏത് ചാപ്റ്ററിനെ ആണെങ്കിലും ഏറ്റവും ഹാൻഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതുമാത്രം ക്വസ്റ്റ്യൻസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ രക്ഷകർത്താക്കളോട് മനസ്സിലാക്കാനാണെങ്കിൽ ഞങ്ങളുടെ ഈ മോഡൽ ടെസ്റ്റ് സീരീസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ മൊത്തം ചാപ്റ്ററുകളെ 81 ചാപ്റ്ററുകളെ 10 യൂണിറ്റുകളായിട്ട് തിരിച്ച് ജനുവരി 25 മുതൽ 2 ഗ്രൂപ്പായിട്ട് മൊത്തമുള്ള കുട്ടികളെ 2 ഗ്രൂപ്പായിട്ട് ഞങ്ങൾ യൂണിറ്റ് എക്സാം തുടങ്ങുന്നു. അപ്പോൾ ഒരു ഫിസിക്സിന് 2 ചാപ്റ്റർ, കെമിസ്ട്രിക്ക് 2 ചാപ്റ്റർ, ബയോളജിക്ക് ഒരു 2 ചാപ്റ്ററൊക്കെ മാക്സിമം വരികയുള്ളൂ. 3 ദിവസം ഇടവിട്ട് യൂണിറ്റ് എക്സാമുകൾ നടക്കും. അപ്പം ഈ കുട്ടിക്ക് ഒരു മോഡലിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഇ ലേണിംഗ് ആപ്പിനകത്തൊരു പ്രിപ്പറേറ്ററി മോഡൽ കൊടുക്കും.
പിറ്റേ ദിവസം കുട്ടി മോഡൽ എഴുതും. അതർ ഗ്രൂപ്പിൻ്റെ മോഡൽ എക്സാമും ആ കുട്ടിക്ക് കിട്ടും. വീണ്ടും മൂന്നാമത്തെ ദിവസം പുതിയ മോഡൽ വരും. അങ്ങനെ ഫെബ്രുവരി വരെ ഞങ്ങൾ 10 മോഡലുകൾ നടത്തുമ്പോൾ തന്നെ ആ കുട്ടിക്ക് 3x3 ലെവൽ ക്വസ്റ്റ്യൻസ് അതിന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ സൊല്യൂഷൻ ഉൾപ്പെടെയുള്ളത്, അതായത് മുഴുവൻ വീഡിയോ സൊല്യൂഷൻ കാണണമെന്നല്ല, എവിടെയെങ്കിലും ഒരു തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉൾപ്പെടെ കൊടുക്കും. അപ്പം മൊത്തം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. വീണ്ടും മാർച്ചിൽ ഈ യൂണിറ്റുകളെ ക്ലബ്ബ് ചെയ്യും. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോപ്പിക്ക് ക്ലബ്ബ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി റിവിഷനാണ്. മാർച്ച് ഒരു 25 കൂടി പിന്നെ നമ്മൾ ഫുൾ യൂണിറ്റ് മോഡൽ എക്സാം ബുള്ളറ്റിൻ്റെ എൻറ്റയർ ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുകയാണ്. അപ്പോൾ ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് 100,000-ൽ പരം ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ആർജിച്ചിരിക്കുന്ന നമ്മളുടെ കഴിവിനെ ഏറ്റവും നല്ല പോളിഷ് ചെയ്ത്, ഏറ്റവും നല്ല ഷാർപ്പായിട്ട് ടൈം മാനേജ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് എത്താനുള്ള പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവൃത്തി പദത്തിൽ എത്തിക്കേണ്ട, ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്കാണ് ഇനിയുള്ള 4 മാസക്കാലം. തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ നമ്മൾ തിയറി പഠിച്ചപ്പോൾ നമുക്കിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്ന പോലെ അല്ല. നമ്മൾ തിയറി പഠിച്ച് ഡിസ്ക്രിപ്റ്റീവ് എഴുതുവാണെങ്കിൽ നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. നമ്മുടെ മനസ്സിലുണ്ട് പോയിന്റുകൾ അറിഞ്ഞാൽ മതി. കുറച്ച് ലാംഗ്വേജ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഒരു വായിച്ചില്ലെങ്കിൽ പോലും മനസ്സിലുണ്ട് കോൺസെപ്റ്റുകളൊക്കെ അറിയാമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കുറച്ച് ലാംഗ്വേജ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വീക്കിലി എക്സാം എഴുതിയവരാണ്. പലപ്പോഴും ഇപ്പോൾ ക്രിസ്മസ് എക്സാം എഴുതി, ഓണം എക്സാം ഒക്കെ എഴുതി നിങ്ങൾ അത് പ്രാക്ടീസ്ഡ് ആണ്. എങ്കിൽ പോലും നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതി തുടങ്ങുമ്പോഴാണ് നമ്മൾ കോർ കണ്ടന്റ് വായിച്ച ഒരു സ്ഥലത്ത് നിന്ന് ഒരുപക്ഷെ നമ്മൾ വായിച്ച ഒരു വലിയ കോൺസെപ്റ്റ്, ഒരു വലിയ പാരഗ്രാഫ്, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു ഒറ്റ വാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ അത് എത്ര വേഗം എഴുതണം, അത് എങ്ങനെ എഴുതണം. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഫിസിക്സിനെയും കെമിസ്ട്രിയുടെ ഒക്കെ കാര്യത്തിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ലൂടെ കയറി വരുന്നത് കൊണ്ട് ആ ഫോമുല പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ ഏത് ഫോമുലയാണെന്ന് ഓർമ്മ വരണം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലോങ് സ്റ്റെപ്പ് ഉള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ എങ്ങനെ എത്രയും ഷോർട്ടനായിട്ട് ആൻസറുകളിലേക്ക് എത്താൻ, അതിനുള്ള കുറുക്ക് വഴികളെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് തികച്ചും ഒബ്ജക്റ്റീവിലേക്ക് മാറേണ്ട, അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള സമയം തന്നെയാണ് ഈ ഒരു മോഡൽ എക്സാമിന്റെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു 3 ദിവസത്തിനിടയിൽ നമുക്ക് ഒരു 6 ചാപ്റ്ററോളം വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും അതിന്റെ തയ്യാറെടുപ്പ്? ഇപ്പൊ ബയോളജി വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്കിപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ആദ്യം പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ എല്ലാ കുട്ടികൾക്കും ഇത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. കാരണം ചില കുട്ടികൾക്ക് വായിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. സാരമില്ല, വായിച്ചിട്ട് തന്നെ എഴുതിക്കോ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബയോളജി വെച്ച് തന്നെ പറയാം, നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ചാപ്റ്റർ അത് എഴുതുമ്പോൾ നമുക്കൊന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, അത് നിങ്ങൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സ്റ്റഡി പാക്കേജിലെയോ അല്ലെങ്കിൽ വർക്ക് ബുക്കിലെയോ ക്വസ്റ്റ്യൻ പേപ്പർ ആകട്ടെ, ഏതെങ്കിലും വീക്കിലി എക്സാമിന്റെ, അതെ, ഈ ലേണിംഗ് ആപ്പിന്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കുക. ഈ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾ എവിടെയൊക്കെ മറന്നിട്ടുണ്ട്. കാരണം എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് മറവി ഉണ്ടാവും. കാരണം നമ്മൾ എത്രയോ മുന്നേ പഠിച്ചതാണ്. അപ്പൊ ഞാൻ മറന്നുപോയി എന്നുള്ള ടെൻഷനേ വേണ്ട, മനുഷ്യനാണ്, മറന്നുപോകും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ മറന്നു പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒക്കെ മിസ്സിംഗ് ഉണ്ടോ, സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും എനിക്കൊരു കോൺസെപ്റ്റിന് മറവി അല്ലാതെ തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് മനസ്സിലാവും. അത് നോക്കാം. അപ്പൊ അത് നോക്കി കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ വേറെയും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ബയോളജിയുടെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ വായിക്കാനുള്ള ടെൻഡൻസി മനസ്സിന് വരും. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഏരിയ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്നത്. അതിന്റെ ആവശ്യം ശരിക്കും നമുക്കില്ല. നേരെ മറിച്ച് നമുക്കിപ്പം നേരത്തെ തന്നെ പഠിച്ചപ്പം ബോറടിച്ചത് കൊണ്ടോ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് വിട്ടുപോയൊരു കോണ്ടന്റിലായിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം. പക്ഷെ അത് പലപ്പോഴും നമ്മൾ നോർമലി നെഗ്ലക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി, ഇതൊരു സബ് കോൺഷ്യസ് ടെൻഡൻസി ആണ് കേട്ടോ, ആ ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ ഏരിയ സ്ട്രോങ് ആണ്, ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് അറിയാം. പിന്നെ വീണ്ടും അത് വായിച്ചുകൊണ്ടിരുന്ന സമയം കളയണ്ട. വേണമെങ്കിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്നൊരു റഫ് റീഡിങ് ആയിക്കോട്ടെ. അതിന് പകരം ഇന്റൻസ് റീഡിങ്, അല്ലെങ്കിൽ വീണ്ടും ഒരു കോൺസെപ്റ്റിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുള്ള ചില കണ്ടന്റുകൾ അതിനകത്ത് കാണും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തന്നെ നോക്കേണ്ടതാണ്. അതുപോലെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഈ പറയുന്ന പോലെ ബയോളജി പോലെ അല്ലല്ലോ, അവര് കുറച്ചുകൂടെ തിയറിയിൽ നിന്ന് മാറിയാണ്. അപ്പൊ തിയറിയിൽ നിന്ന് മാറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാൻ ഏത് വഴിയിലാണ് ചിന്തിക്കേണ്ടത്, ഇതിൽ ഞാൻ എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയാം. ഇനി അറിഞ്ഞു വെച്ചിട്ട് ഒന്നുകൂടെ നോക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോമുല ബുക്സോ അല്ലെങ്കിൽ ഒന്ന് മറിച്ച് നോക്കലോ ഒക്കെ ആകാം. സോ എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ തന്നെ നമുക്കൊരു ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് എന്തറിയാം എന്നൊരു ബോധം ഉണ്ടാകും. ഇനി അതല്ല, അതൊട്ടും കംഫർട്ടബിൾ അല്ല, എനിക്ക് വായിച്ചാലേ എഴുതാൻ പറ്റും അല്ലെങ്കിൽ മറന്നുപോയി, ചില കുട്ടികൾ അങ്ങനെ
പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറന്നുപോയി എന്നൊരു തോന്നലുണ്ട് മിസ്സേ. അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളൊന്ന് വായിച്ചോ. പക്ഷെ വായിച്ചു കഴിഞ്ഞും ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇതെനിക്ക് അറിയാമെന്നുള്ള ഏരിയ ആണ്, ഇത് ഞാൻ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഈ ഏരിയ എനിക്ക് അറിഞ്ഞുകൂടാന്ന് നിങ്ങൾ അപ്പം തന്നെ ഒന്ന് വിലയിരുത്തി ആ ഏരിയയ്ക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം സെക്കൻഡ് റൗണ്ട് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ യൂണിറ്റ് കഴിഞ്ഞ് കോമ്പിനേഷൻ മോഡൽ വരുമ്പോഴേക്കും അത് ഇൻഡെപ്തിൽ വീണ്ടും വായിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത്. ആദ്യത്തത് ഇൻഡെപ്ത് വായനയാണെങ്കിൽ അടുത്തത് കുറച്ചുകൂടെ ഒന്ന് പെരിഫറൽ വായനയിൽ ഓക്കെ ആവണം. അടുത്തതാവുമ്പോൾ നമ്മൾ ഒന്ന് വായിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കണം. അടുത്ത പരീക്ഷ ആവുമ്പോഴേക്കും വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അതിലേക്ക് എഴുതാൻ പറ്റണം. ആ ഒരു രീതിയിലേക്ക് വേണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കോൺഫിഡൻസിന് ഏറ്റവും നല്ല രീതി ആദ്യം ഒരു എക്സാം എഴുതിയിട്ട് തന്നെ നമുക്ക് അന്ന് റിവിഷൻ നടത്തിയിട്ട് വീണ്ടും നമുക്ക് മോഡലിലോട്ട് പോകുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം നമുക്കറിയാം ഓരോ ക്വസ്റ്റിനും ഈക്വൽ മാർക്ക് തന്നെയാണ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. പക്ഷേ ചിലർക്ക് ചില സബ്ജക്റ്റുകളോട് കൂടുതൽ ഇഷ്ടമാണ്. ടീച്ചർ മുമ്പ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. കാരണം ചിലർ ബയോളജി ചെയ്ത് കഴിഞ്ഞിട്ടേ കെമിസ്ട്രി ചെയ്യൂ, കെമിസ്ട്രി ചെയ്ത് കഴിഞ്ഞിട്ടേ ഫിസിക്സ് ചെയ്യൂ എന്നുള്ളത് എപ്പോഴും അവർ ചെയ്യുന്നൊരു തെറ്റാണ് യഥാർത്ഥത്തിൽ അത്. കാരണം ഇപ്പം 2023 നീറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് 2023 നീറ്റിൽ മോഡറേറ്റ് ലെവൽ നീറ്റായിരുന്നു. മുഴുവൻ ക്വസ്റ്റിനും 180 ചോദ്യങ്ങളും ഏതാണ്ട് ഒരേ നിലവാരത്തിലുള്ളതായിരുന്നു. ഒരു 5-10 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്പം ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാനായിട്ട്. എന്നാൽ 2024 വന്നപ്പോഴേക്കും 180 ചോദ്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് മാറി. 2025 വന്നപ്പോഴേക്കും ബയോളജി നല്ല കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കെമിസ്ട്രിയും അതുപോലെ തന്നെയായിരുന്നു. ഫിസിക്സ് ഏറ്റവും ടഫായിട്ട് വന്നൊരു ഒരു മേഖലയിലുള്ളവർക്ക് അത് ടഫായിട്ട് തോന്നുകയും ചെയ്തു. അപ്പം ഇവിടെയൊക്കെ ഈ 180 ചോദ്യങ്ങളും ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് 2026 ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ അത് വളരെ മോഡറേറ്റ് ലെവലായിരിക്കും അല്ലെങ്കിൽ അതൊന്നും പറയാനാവില്ല. ഏത് രീതിയിലും ഉണ്ടാവാം. അപ്പം നമ്മൾ എഴുതുന്ന ഒരു സബ്ജക്റ്റിന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് മറ്റേ സബ്ജക്റ്റ് കെമിസ്ട്രിക്കകത്തുള്ള 45 ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഫിസിക്സിനകത്ത് നമ്മൾ ഈ പേടിക്കേണ്ട പോലെ ഇല്ല. കാരണം 2020-ലും 23-ലും 24-ലും ഒക്കെ ഏറ്റവും സിമ്പിളായിട്ട് വന്നതാണത്, വായിക്കാമായിരുന്നു. ഒരു പ്രോബ്ലം ആകെ 2-3 മാത്രം പ്രോബ്ലം ചോദിച്ച വർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് 45 ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കുന്നു. ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണമെന്നുള്ളത് ഇപ്പം കുട്ടികൾ പഠിച്ചു കാണും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം ഇപ്പോൾ പോലും കുട്ടികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലും ഒരു കുഞ്ഞു എന്ന് പറഞ്ഞത് എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് ബയോളജിയാണ്. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞ സ്ട്രോങ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ ഞാൻ കിട്ടുന്നത് വരെ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കും എന്നാണ് പറഞ്ഞത്. ഏറ്റവും എന്താ പറയുക, നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ഒരു വേ ആണ് ആ വേ. കാരണം നമുക്ക് ഓരോ ക്വസ്റ്റിനും അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കാണ്. അത് പോയാലും നമുക്ക് പോകുന്നത് ഈക്വൽ മാർക്സ് ആണ്. അതിപ്പോൾ ഫിസിക്സ് നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്താലും ബയോളജി ഒത്തിരി നേരം ഇരുന്ന് വായിച്ചാലും ഒന്നും അതിന് മാർക്ക് കൂടുകയോ മാർക്ക് കുറയുകയോ ഇല്ല. അതുപോലെ തന്നെ ഒരു പേരന്റ് ചോദിച്ചു സ്പീഡിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണമുണ്ടോ? അതും ഇല്ല. കാരണം സ്പീഡിൽ എഴുതുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീഡിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഹാർട്ട് ബീറ്റ് എത്രയാണ്? 72 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എഴുതാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കില്ല. അവിടെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്നൊന്നും നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ അറിയാതെ തന്നെ സേവ്ഡ് ആവുന്ന കുറച്ച് സമയമുണ്ട്. അതൊരു പർപ്പസ്ഫുൾ സേവിങ് അല്ല. പക്ഷെ കുട്ടികളെന്ന് പറയുന്നത് ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടിയിട്ട് ബയോളജിയിൽ നിന്നും പർപ്പസ്ഫുള്ളി അവർ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ബയോളജി ഇത്ര സമയം കൊണ്ട് ചെയ്ത് തീർത്തിട്ട് വേണം ബാക്കി സമയം ഫിസിക്സിന് കൊടുക്കണം. അതൊരു പർപ്പസ്ഫുൾ ടൈം സേവിംഗ് ആണ്. അങ്ങനെ ഒരു ടൈം സേവിങ്ങിന്റെ ആവശ്യമില്ല. കാരണം ബയോളജി അങ്ങനെയല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫിസിക്സ് ഒരു കുട്ടി ഫിസിക്സ് മുഴുവൻ എഴുതാതിരിക്കട്ടെ ബയോളജി ഫുൾ മാർക്ക് വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതാതിരിക്കട്ടെ ബയോളജി ഫുൾ മാർക്ക് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇല്ല. ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അത്യാവശ്യം നോക്കിയ ഒരു കുട്ടിക്ക് +2 ലെവലിലെ ടെക്സ്റ്റിലൂടെ കടന്നുപോയ ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 60% ക്വസ്റ്റ്യനും ഒരു ട്രബിളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏത് സബ്ജക്റ്റിൽ നിന്നും, അത് ഫിസിക്സിൽ നിന്നും കിട്ടും, കെമിസ്ട്രിയിൽ നിന്നും കിട്ടും, ബയോളജിയിലും കിട്ടും. പക്ഷെ അത് എവിടെയാണ് കിടക്കുന്നത്? എനിക്കത് കാണണമെങ്കിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോയേ പറ്റും. അവിടെ ഞാൻ ബയോളജി മുഴുവൻ ചെയ്തിട്ടേ ഞാൻ ഫിസിക്സ് നോക്കൂ. കാരണം ഫിസിക്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ഞാൻ ഫിസിക്സ് കിട്ടൂലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ബയോളജിയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അതിനേക്കാളും എളുപ്പത്തിൽ 2 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഇത് പറയുമ്പോൾ ചിലപ്പം കുട്ടികളെ അങ്ങനെ എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെ അല്ല. എത്താനായിട്ട് എത്രയോ സമയം എടുക്കും. അപ്പം അവിടെ ഒന്നും നമ്മളൊരു സ്മാർട്ടായിട്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അപ്പം ചിലർ ചോദിക്കുക അങ്ങനെയാണ് 180 ആദ്യം ഒന്ന് വായിച്ച് നോക്കട്ടെ എന്ന് വിചാരിക്കും. അവിടെയും നമ്മുടെ സമയം ഒത്തിരി പോകും. അപ്പം ഇതൊക്കെ
പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഞങ്ങൾ ഈ തരുന്ന ഏതാണ്ട് 50-ൽ പരം മോഡലുകൾ ഞങ്ങൾ തരുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്മാർട്ട് വർക്ക് എടുക്കാനായിട്ടാണ്. ഇപ്പം ഈ ഓവർ സ്പീഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതും പലരും ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് 180 ചോദ്യത്തിനും അതിൻ്റേതായ സമയവും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. അതെ, കാരണം ഈ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയാലും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുറയാൻ പോകുന്ന മാർക്കും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 1 മിനിറ്റ് ആണ് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുവാണ് ഇത് 1 മിനിറ്റിൽ നിൽക്കില്ല, ഞാൻ കുറച്ചുകൂടെ സമയം വേണം എന്ന് തോന്നിയാൽ ഒരു എന്തായാലും നമ്മൾ വായിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10 to 20 seconds ഡിപ്പെൻഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വായിച്ച് തീരാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 30 seconds വരെയൊക്കെ നമ്മൾ എടുത്തു പോകാം. ഈ 30 seconds കഴിഞ്ഞിട്ട് അടുത്ത 30 seconds അല്ലെങ്കിൽ അടുത്തൊരു 15 സെക്കൻഡിനുള്ളിൽ തന്നെ എനിക്കത് ചിന്തിച്ചെടുക്കാൻ പറ്റണം. അത് പറ്റിയാൽ അടുത്ത 15 സെക്കൻഡ് ഞാൻ ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് മാർക്ക് ചെയ്യുവാണ്. പക്ഷെ അവിടെ ആ മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് 5 സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച് നോക്കും എന്നുള്ള ഒരു ഉറപ്പിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ബയോളജി എനിക്ക് ഫേവറേറ്റ് ആണ് അല്ലെങ്കിൽ ഫിസിക്സ് ഫേവറേറ്റ് ആണ്, അപ്പോൾ ഇത് ചെയ്തിട്ടേ ഞാൻ പോകൂ എന്ന് വാശി പിടിക്കരുത്. അത് ഇപ്പോഴേ തന്നെ ഈ വാശികളൊന്നും തന്നെ നിങ്ങൾ മെയ് 3-ാം തീയതി അല്ലെങ്കിൽ മെയ് 2-ാം തീയതി അല്ല ചെയ്യേണ്ടത്. ഒന്നാമത്തെ പരീക്ഷ ബ്രില്യന്റിൽ എഴുതി തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആദ്യത്തെ നീറ്റ് പരീക്ഷയാണത്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, എനിക്കത് 1 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ സമയം എനിക്ക് വേണം, 1 മിനിറ്റ് 5 സെക്കൻഡ് ഒക്കെ ആയി പോകുന്നു, ഓക്കെ 5 സെക്കൻഡ് വരെയൊക്കെ നോക്കാം തൽക്കാലം. പക്ഷെ എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അടുത്ത ക്വസ്റ്റ്യനും കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവലാണെങ്കിൽ അവിടെ തളരുകയോ പാനിക് ആവുകയോ ചെയ്യേണ്ട, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചാടിക്കോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചാടി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിനേക്കാളും സിമ്പിൾ ആയിട്ട് വളരെ 30 സെക്കൻഡ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ 3 സബ്ജക്റ്റിലും ഉണ്ടാകും. അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്യുള്ളൂ എപ്പോഴും. കാരണം ഒരു +2 കഴിയുന്ന ഒരു നോർമൽ വിദ്യാർത്ഥിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 60% ചെയ്യാൻ രീതിയിൽ ആണ്. ഒരു 180 ചോദ്യങ്ങളെങ്കിലും അതിനനുസരിച്ചാണ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഫിൽറ്ററിംഗ് ഏറ്റവും അഡ്മിഷൻ കിട്ടുക എന്നുള്ള ക്രൈറ്റീരിയയിലേക്ക് ഫിൽറ്ററിംഗിൽ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ കുറവായിരിക്കും. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കുറെ ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോൾ നമുക്കിപ്പോൾ ഈ 1-ാം റാങ്ക് കിട്ടണോ 2-ാം റാങ്ക് കിട്ടണോ എന്നിടത്തായിരിക്കും ഏറ്റവും വലിയ ഫിൽറ്ററിംഗ് വരുന്നത്. ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത്. അതൊഴിച്ച് അതിപ്പോൾ ഫിസിക്സിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാം, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ കാണാം, കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഓൾ ഓവർ എല്ലാം കൂടെ ചേർത്ത് പോലെ ഒരു 10-15 ക്വസ്റ്റ്യൻ അങ്ങനെ കാണുള്ളൂ. അത് ഈ 3 സബ്ജക്റ്റിലും കൂടെ ആയിരിക്കും. അല്ലാതെ എല്ലാം ഫിൽറ്റർ ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യനും ബയോളജിന്നോ, എല്ലാം ഫിൽറ്റർ ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യനും കെമിസ്ട്രിന്നോ, എല്ലാം ഫിൽറ്റർ ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യനും ഫിസിക്സിന്നോ അല്ല. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന് നമുക്കൊരു ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ 3 സബ്ജക്റ്റും ഒരുപോലെ തന്നെയാണ്. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ആ കോൺസെപ്റ്റ് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അവനെ ഒന്ന് ചൊൽപ്പടിയിൽ നിർത്തുക, അവനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് അവനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴുള്ള. അതുപോലെ തന്നെ 2026 നീറ്റ് എക്സാം ഇത് നമ്മൾ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് NTA പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 2025 പോലെ ഒരു ഓഫ്ലൈൻ രീതിയിൽ OMR രീതിയിൽ തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ OMRൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാ മോഡലുകളും OMRലാണ് ഇപ്പോൾ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓൺലൈനിലോട്ട് മാറ്റുമെന്ന് NTAയുടെ ഒഫീഷ്യൽ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ മോഡലുകളും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഓൺലൈൻ അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ OMRലാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നതിന് നമുക്ക് അത്രയും പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ കുറച്ചും കൂടെ ഹാൻഡ് ചെയ്യണം, കുറച്ചും കൂടെ നിങ്ങൾ സ്പീഡ് ചെയ്യാൻ സാധിക്കും, നെഗറ്റീവുകൾ വരില്ല, ഡബിൾ ആൻസറിങ് ഒരിക്കലും വരില്ല. പക്ഷേ OMRൽ ചെയ്യുമ്പോൾ അവിടെയും നമ്മുടെ ഒരു സ്മാർട്ട് വർക്കിൻ്റെ പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം പലരും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് OMRലോട്ട് മാർക്ക് ചെയ്യാൻ മറന്നു പോകുന്നു. OMRൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ അവസാനം നമ്മൾ കാണാതെ പോകുന്ന 2-3 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടില്ല എന്നൊക്കെ പറയുന്നൊരു കാര്യങ്ങളുണ്ട്. അപ്പം OMRൽ ചെയ്യുമ്പോൾ, പക്ഷേ ഓൺലൈനിൽ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ OMRൽ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഒരു പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട് അല്ലേ? ഓൺലൈൻ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ ഓൺലൈൻ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ കുട്ടികളായാൽ പോലും നിങ്ങളൊരു ഇപ്പൊ തൽക്കാലം സാർ പറഞ്ഞ പോലെ നമുക്ക് അതൊരു ഇൻഫർമേഷൻ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ OMRൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഓൺലൈനിലാണ് വീട്ടിലാണെങ്കിൽ കൂടി OMR നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടെങ്കിലും നിങ്ങൾ അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം. കാരണം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ എഴുതി തെറ്റിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് അവസാനം മാർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
ആസ് സൂൺ ആസ് പോസിബിൾ അതിനെ മാർക്ക് ചെയ്ത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആ 4 മാർക്ക് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് OMR ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 4 മാർക്ക് എനിക്ക് കിട്ടി, നിങ്ങളത് മാർക്ക് ചെയ്യാതിരിക്കുന്നതിൻ്റെ അർത്ഥം ആ 4 മാർക്ക് ഇപ്പോഴും കയ്യിൽ കിട്ടിയിട്ടില്ല, അത് അവിടെ ഇരിക്കുവാണ് സ്റ്റിൽ. അത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ബബിളായിട്ട് വന്നേ പറ്റൂ. സോ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ 4 മാർക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ മാർക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ അത് കണ്ടുപിടിച്ച് കഴിയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ അതൊന്ന് മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് OMRന്റെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് അതിനെ മാർക്ക് നേരെ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ 1ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആയിക്കോട്ടെ. പക്ഷെ അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് 50ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ മാർക്ക് ചെയ്യുന്ന ആലോചിക്കേണ്ട. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, 50ാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോ. വീണ്ടും നിങ്ങൾ തിരിച്ചു വന്ന് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, 15ാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോ. എപ്പോഴെപ്പോഴാണ് ഏത് ക്വസ്റ്റ്യൻ ആണ് വായിച്ചത്, ഞാൻ ഈ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ 4 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ കയ്യിലേക്ക് വരണമെങ്കിൽ ബബിളായിട്ട് വരണം. അത് നിങ്ങൾ ചെയ്തു വെച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. പല കുട്ടികളും ഇപ്പോഴും ഈ പറയുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യനും ഒരുമിച്ച് ചെയ്തിട്ട് അതാണ് എളുപ്പം, അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂം നമുക്ക് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം കൺസർവേഷൻ എന്നുള്ള രീതിയിലേക്ക് അവർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് വർഷങ്ങളിൽ നമ്മുടെ പല കുട്ടികൾക്കും റാങ്ക് ഹോൾഡേഴ്സ്, ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കേണ്ട കുട്ടികൾക്ക് പോലും ചെറിയ രീതിയിലെങ്കിലും അവരെ താഴോട്ട് കൊണ്ടുവരാനും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് റിസൾട്ട് പോകാനും അങ്ങനെയുള്ള മാർക്കിങ്സ് ഒക്കെ സ്മാർട്ട് വർക്ക് എന്ന് ഒരിക്കലും നമുക്ക് പറയാനാവില്ല. നമുക്ക് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പർ നോക്കുക, OMRലെ നമ്പർ നോക്കുക, അത് മാർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം മോഡൽ എക്സാം ഒക്കെ എഴുതുന്ന സമയത്തോട്ട് വരുമ്പോഴത്തേക്കും കുട്ടികളോട് നെഗറ്റീവ് മാർക്കിനോട്ടുള്ള പേടി. 40 നെഗറ്റീവ് വരുന്നുണ്ട് സാറേ, എനിക്ക് കിട്ടിയ മാർക്ക് ആയിരുന്നു, അതിൽ നിന്ന് 40 മാർക്ക് എനിക്ക് പോയി എന്ന് പറയുമ്പം എൻ്റെ ഞാൻ എപ്പോഴും സാറേ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വളരെ അത്ര വലിയ എഫേർട്ടൊന്നും എടുക്കാതെ കുറച്ച് മാങ്ങ ഏറ്റവും താഴെ ഒരു മാവിൽ നിന്ന് പറിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ 10 മാങ്ങ കയ്യിലുണ്ട്. ഈ കയ്യിലിരിക്കുന്നതിനെ സൂക്ഷിച്ച് വെക്കാതെ അതും കയ്യിൽ വെച്ചുകൊണ്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മാങ്ങ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കയ്യിലുള്ള 10 മാങ്ങയും പോയി, ആ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും പോയ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരരുത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒതുക്കി വെച്ച് അതിനെ സേഫാക്കി വെച്ചിട്ട് വേണം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നിങ്ങൾ എഴുതി നേടിയ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് വെച്ചതാണ്. അതിന് നിങ്ങൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ് 40 മാർക്ക് അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻ, ചിലരുണ്ട് 40 ക്വസ്റ്റ്യൻ ഒക്കെയാണ് തെറ്റിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് അറ്റൻഡ് ചെയ്യണോ ഇല്ലേ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങളുടെ ഒരു സബ്ജക്ട് കോൺഫിഡൻസ് വലിയൊരു മാറ്ററാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ കുറച്ച് പീരീഡുകളിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് എക്സാം എഴുതുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും കയറി ഞാൻ ചാടി എഴുതി അറ്റംപ്റ്റ് ചെയ്യണോ എന്നുള്ളിടത്ത് ആ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഒരു, നമുക്ക് പല പ്രോബബിലിറ്റികളിലൂടെയാണ് നമ്മൾ ഒരു ആൻസറിലേക്ക് വരുന്നത്. നമുക്ക് ഡാം ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു ചാഞ്ചാട്ടമാണ്. ചിലപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ 3 അല്ല എന്ന് നമുക്ക് ഉറപ്പാണ്, പിന്നെ ഒരെണ്ണത്തിലുള്ള ചാഞ്ചാട്ടാണ്. അവിടെ വേണമെങ്കിൽ ഒരു റിസ്ക് എടുത്തോ. പക്ഷെ അതല്ലാതെ എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ ഇപ്പോഴേ കയറി ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കണ്ട. ഇതൊരു ആദ്യത്തെ പീരീഡാണ് പറയുന്നത്. കാരണം നല്ല മാർക്ക് കിട്ടാൻ എല്ലാ ക്വസ്റ്റ്യനുകളെയും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ, അറ്റൻഡ് ചെയ്യണം. പക്ഷെ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തെ ലെവലിൽ ഞാൻ ആ ഒരു മാർക്ക് റേഞ്ച് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നോളജ് എത്രത്തോളം ചെയ്താൽ അതിന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പോസിറ്റീവ് മാർക്ക്, അതാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് മാർക്ക് എന്ന് ആലോചിക്കുമ്പോൾ ഒരിക്കലും ഈ നമ്മൾ ഇവരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളിങ്ങനെ എണ്ണി കുത്തി വെക്കുന്നു, അങ്ങനെയല്ല. അല്ലാതെ നമുക്കൊരു സയന്റിഫിക് പ്രോബബിലിറ്റി ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്ഷൻ എലിമിനേഷൻ, നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകളുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ, അതിന് മുൻപ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വായിച്ച ഏതോ ക്വസ്റ്റ്യനിലൊക്കെ വന്നുപോയാൽ അങ്ങനെ ഒരു സയന്റിഫിക് പ്രോബബിലിറ്റി ഉണ്ട്. അതൊരു 50% 60% മുകളിലാണെങ്കിൽ മാത്രം അത് കുത്തിവെക്കും. ഇപ്പോഴേ ആദ്യത്തെ കുറച്ച് പീരീഡാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് യൂണിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഒന്നുകൂടെ മാറ്റി നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്ത് ക്വസ്റ്റ്യനുകളെ മുഴുവനായിട്ട് കൈപ്പിടിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു അറ്റാക്കിംഗ് മെന്റാലിറ്റി തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന് നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഒരു സ്മാർട്ട് വർക്കാണ്. കാരണം പിറ്റേ ദിവസം മോഡലാണല്ലോ എന്ന് ഓർത്ത് തലേ ദിവസം ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നവരെയാണ് ഒരു 40% നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരിക്കലും ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഹെൽത്തിനെ കൂടെ ബാധിക്കും. കാരണം നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഓക്കെയാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, എനിക്ക് മൊത്തം റിവൈസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ റോബോട്ട് ഒന്നുമല്ല, മെഷീൻ അല്ല. സോ നമുക്ക് അവന് ഡെഫിനറ്റ് ആയിട്ടും അവന് ആവശ്യമായിട്ടുള്ള ഒരു റെസ്റ്റ് കൊടുത്താലേ പിറ്റേ ദിവസം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നന്നായിട്ട് തിങ്ക് ചെയ്യാനും, ഒരു കാര്യം വരുമ്പോൾ നമുക്കത് തിങ്ക് ചെയ്തേ പറ്റൂ, അതിനെ അനലൈസ് ചെയ്തേ പറ്റൂ, അതിലേക്ക് നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൊണ്ടുവന്നേ പറ്റൂ. ഇതെല്ലാം
കൊണ്ടുവരണമെങ്കിൽ അവൻ ഹെൽത്തി ആയിട്ടിരിക്കണം. അവനെ തലേ ദിവസം കഷ്ടപ്പെടുത്തി ഒട്ടും ഉറക്കം കൊടുക്കാതെ അല്ലെങ്കിൽ അവനെ സ്ട്രെയിൻ ചെയ്ത് ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ ഫിസിക് വീക്കായി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അറ്റൻഷൻ ആയിട്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ വായിക്കാനോ നമ്മുടെ സ്കില്ലിന് തന്നെ അതൊരു കുറവേ ഉണ്ടാക്കും. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുന്നു, അത് ഫിസിക്കൽ ഹെൽത്തി എന്തായാലും നമുക്ക് വേണം. അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ബ്രെയിൻ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ അവനൊന്ന് റിലാക്സ്ഡ് ആവും. നിങ്ങൾ വിചാരിക്കുന്ന ഉറങ്ങിക്കഴിയുമ്പോൾ മറന്നു പോകുന്നതാണ്, അങ്ങനെയല്ല. ഉറങ്ങിക്കഴിയുമ്പോഴാണ് അവൻ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് അവന് വർക്ക് ചെയ്യണം. 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാകത്തിന്. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും കിടന്നാലേ 6 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അതിനുള്ള ടൈം ടേബിൾ ആണ് ഫിക്സ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് ഏപ്രിൽ മാസം ആകുമ്പോൾ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൽ നമുക്ക് തലേദിവസം ഉറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഓവർ ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റിൽ നമുക്ക് ഒരിക്കലും നടക്കില്ല. നമുക്ക് ഇപ്പോഴേ തന്നെ ഈ ജനുവരി 25 മുതലുള്ള എല്ലാം നമുക്ക് നീറ്റ് 2026 ആണ്. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അതിന് നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളും നിങ്ങളുടെ റൂംമേറ്റ് ആണെങ്കിലും അവരോടും ഇത് പറയും. കാരണം അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരാൾ പഠിക്കാനിരിക്കുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു, അപ്പം ടെൻഷനാണ്. അവർ പഠിക്കുന്നുണ്ടല്ലോ, മറ്റൊരാൾ പഠിക്കുന്നത് കാണുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കേണ്ടതും നമ്മളുടെ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സാം തുടങ്ങുന്നതെല്ലാം യൂണിറ്റുകൾ നമ്മൾ തുടങ്ങുന്നത് രാവിലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ മാർച്ചിലോട്ടും ഏപ്രിലോട്ടും എത്തുന്ന എല്ലാ എക്സാം നീറ്റിൻ്റെ എക്സാക്ട് ടൈം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പം ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് എക്സാം സെൻറ്ററിൽ എത്താനും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം. കാരണം ഏറ്റവും ലാസ്റ്റ് ടൈമിൽ നമ്മൾ ബുക്കുകളെല്ലാം ഇങ്ങനെ ചാടി മറിച്ച് വിടുന്നു, ബുക്കും കൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് റഷ് ചെയ്ത് കയറുക, എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വരിക. അപ്പം നിങ്ങൾ ഈ വിചാരിക്കേണ്ട കാര്യം ഒരൊറ്റ കാര്യം വിചാരിച്ചാൽ മതി. ഞാൻ മെയ് 3 എഴുതുന്ന പരീക്ഷയാണ് ജനുവരി 26 ഞാൻ എഴുതുന്നത്. സോ ഇപ്പോഴേ നിങ്ങൾ ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ മെന്റലി നിങ്ങളുടെ ടൈം ക്ലോക്ക്, നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് അങ്ങനെ സെറ്റ് ആകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു പാൻസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുകയോ നിങ്ങൾ സ്ട്രെനുവസ് ആവുകയോ വിയർക്കുകയോ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഒരു കുട്ടി സാധാരണയായി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് ഉണ്ടാകില്ല. കാരണം നിങ്ങൾ 1000 ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്രയോ ദിവസം 4 മാസം നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ പരീക്ഷ ഈ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ സിസ്റ്റത്തെ, നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ അങ്ങനെ തന്നെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചിട്ടപ്പെടുത്തണമെങ്കിൽ അത് മെയ് മാസം 2-ാം തീയതിയോ 1-ാം തീയതിയോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് ജനുവരി 26 മുതൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ ചിട്ടപ്പെടുത്തി പോകണം. അപ്പോൾ നിങ്ങൾ അരമണിക്കൂറിന് മുമ്പ് നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തുന്നു. കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണ് കൂൾ ഓഫ്. അപ്പോൾ ആ സമയത്തിരുന്ന് അനാവശ്യ ചിന്തകളൊക്കെ, ഇപ്പോൾ യൂണിറ്റ് എക്സാമിന്റെ സമയത്ത് അനാവശ്യ ചിന്തകൾ വന്ന് ഒരു പേടിയും വെപ്രാളും ഒക്കെ വന്നാലും ഇതൊരു 2 പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളത് ഓക്കെ ആവും. റോൾ നമ്പർ എഴുതുക, നമ്മുടെ പേര് എഴുതുക, വേർഷൻ കോഡ് എഴുതുക, അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ കൊടുക്കേണ്ട അഡീഷണൽ ഒരു എഫേർട്ട് ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി നമ്മളൊരു എന്ത് പറഞ്ഞാലും നമ്മളൊരു ആങ്സൈറ്റിയിലായിരിക്കും എന്തായിരിക്കും ക്വസ്റ്റ്യൻ എന്നുള്ളത്. പക്ഷേ അപ്പോൾ അവിടെ നമ്മളെ ബോധപൂർവം എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. റോൾ നമ്പർ എഴുതുമ്പോൾ ഒരിക്കൽ കൂടി നോക്കി അതെഴുതി വീണ്ടും ഒരിക്കൽ കൂടി ആ നമ്പറിൽ നോക്കി അതിനനുസരിച്ച് ബബിൾ കറക്റ്റ് ചെയ്ത് വേർഷൻ കോഡ് ഒരിക്കൽ കൂടി നോക്കി അത് ചെയ്യുക. പിന്നെ ഉള്ള പേരൊക്കെ നമ്മൾ റെഗുലറായിട്ട് നമുക്ക് എഴുതി പോകാം. അപ്പം ഇവിടെയൊക്കെയാണ് നീറ്റ് 2026 നമ്മുടെ ടാർഗറ്റിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം പോലെ നമ്മുടെ ആംബിയൻസിൽ നിങ്ങൾ ആ ഹാളിൽ എത്തുന്നത് തൊട്ട് തിരിച്ചിറങ്ങുന്നത് വരെ നിങ്ങൾ നീറ്റ് ഹാളിലാണ്, എക്സാം ഹാളിലാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ബ്രെയിൻ സെറ്റായി വെക്കുമ്പോൾ നമ്മുടെ വിജയികൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു മോഡൽ എക്സാം മാത്രമായിരിക്കും ഇപ്പോൾ വരുന്ന നീറ്റ് പരീക്ഷ. മെയ് 3 നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ മറ്റൊരു മോഡൽ എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടെ അത്രയും റിലാക്സ്ഡ് ആയിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അങ്ങനെ വരാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതുന്ന പരീക്ഷ മുതൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ, എക്സാമിനേഷൻ ഹാളിൽ മാനസികമായും ശാരീരികമായും നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോയാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ മെയ് 3-ാം തീയതി എഴുതാൻ പോകുന്നത് ബ്രില്യൻറ്റിൻ്റെ മറ്റൊരു മോഡൽ എക്സാം തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് തയ്യാറെടുക്കൂ. ഞങ്ങൾ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.